വെയിൽബീറ്റ്സിന്റെ ഒരു കുഞ്ഞ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെങ്ങാത്തം സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിസുന്ദരിയായ അതിലെ മാധവിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏറ്റവും കാവ്യാത്മകമായി മാധവിയെ പ്രേമിക്കുന്ന കാമുകൻ മമ്മൂട്ടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പറഞ്ഞു വരുന്നത്, ഭദ്രൻ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത 1983 പുറത്തിറങ്ങിയ ചെങ്ങാത്തം എന്ന ചിത്രത്തെ പറ്റിയാണ്. ഒരു കാലം അത്രയും തെന്നിന്ത്യൻ സിനിമയുടെ താരമായിരുന്ന ശ്രീവിദ്യയുടെ ജീവിത ദുരന്തത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമ വിപുലപ്പെടുത്തിയെടുത്തത് എന്ന് അധികമാർക്കും അറിയില്ല. ചെങ്ങാത്തം സിനിമയിൽ നായിക മാധവിയും നായകൻ മമ്മൂട്ടിയുമാണ്. വില്ലൻ മോഹൻലാലാണ്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഡാനിയൽ എന്ന കഥാപാത്രത്തിൻ്റെ ഓഫീസിലാണ് മാധവി അവതരിപ്പിക്കുന്ന ആനി ജോലി ചെയ്യുന്നത്. അവിടേക്ക് ഇടയ്ക്കിടെ വന്നു പോകുന്ന അതിസമ്പന്നനും ഉന്മേഷവാനുമായ യുവസമ്പന്നൻ്റെ കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ ടോണി. വളരെ മനോഹരമായ പ്രണയ പ്രകടനങ്ങളിലൂടെ ടോണി ആനിയോടുള്ള ഇഷ്ടം അറിയിക്കുന്നു. നമ്മളൊക്കെ പറഞ്ഞു കേൾക്കാറുള്ള പതിവ് ക്ലീശകളിലെ പോലെ ആ സ്മാർട്ട്നെസ്സിൽ ആനി വീഴുന്നു. മധുര മനോഹരമായ പ്രണയത്തിനൊടുവിൽ അവർ വിവാഹിതരാവുന്നു. വിവാഹശേഷം ആനി ടോണിയുടെ കൊട്ടാര സദൃശ്യമായ വീട്ടിലെത്തുന്നു. അങ്ങനെയിരിക്കെ ടോണിയുടെ കാറും വീട്ടുസാധനങ്ങളുമൊക്കെ ടോണി പണം കടം വാങ്ങിച്ച ആളുകൾ വന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ടു പോകുന്നു. പിന്നെ വീട്ടിൽ നിന്നും വാടക നൽകാത്തതിന് വീട്ടുടമ 2 പേരെയും പുറത്തിറക്കുന്നു. ഇത്രയും കഥാഭാഗം അനുഭവിച്ചറിഞ്ഞ ഹതഭാഗിയാണ് പാവം ശ്രീവിദ്യ. അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ശ്രീവിദ്യയുടെ കഥ കേൾക്കണം. 1970-കളിൽ പ്രൊഡ്യൂസർ എന്ന നിലയിൽ സിനിമാ മേഖലയിലേക്ക് കടന്നു വന്ന ആളാണ് ജോർജ് തോമസ്. അത്യാഡംബര കാറുകളിൽ മാറി മാറി സിനിമാ ലൊക്കേഷനിലെത്തുന്ന ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ പ്രൊഡ്യൂസർ. വശ്യമായ പെരുമാറ്റം കൊണ്ട് ആരുടെയും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനം കവരുന്ന മനുഷ്യൻ. പതിയെ സിനിമാ മേഖലയിലുള്ളവർക്കെല്ലാം ജോർജ് സുപരിചിതനായി. കമൽഹാസനുമായുള്ള പ്രണയ പരാജയത്തിൻ്റെ മുറിവുകളുമായി കഴിഞ്ഞുകൂടുകയായിരുന്നു ശ്രീവിദ്യ. ആ ശ്രീവിദ്യയുടെ മനസ്സ് കവരുവാൻ ജോർജിന് കഴിഞ്ഞു. അക്കാലത്തൊക്കെ മുഖശ്രീയുടെ അവസാന വാക്കായിട്ടാണ് ശ്രീവിദ്യ അറിയപ്പെട്ടിരുന്നത്. പ്രണയത്തിനൊടുവിൽ 1979 ജോർജും ശ്രീവിദ്യയും തമ്മിൽ വിവാഹിതരായി. മാധ്യമങ്ങൾക്കൊക്കെ വലിയ തോതിൽ ആഘോഷിക്കാനുള്ള ഒരു വാർത്തയായിരുന്നു അത്. വിവാഹത്തിന് ശേഷം പാവം ശ്രീവിദ്യ ജോർജിനൊപ്പം ബോംബെയിലേക്ക് താമസം മാറ്റി. അവിടെ എത്തിയപ്പോഴാണ് ശ്രീവിദ്യ താൻ വഞ്ചിക്കപ്പെട്ട ദുരന്തം തിരിച്ചറിയുന്നത്. ഏതോ വലിയ ബിസിനസ് ഗ്രൂപ്പിൻ്റെ വെറും ബിനാമിയായിരുന്നു ജോർജ്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയതുപോലെ അമിതമായ സ്വത്തുക്കളൊന്നും അയാൾക്കില്ല, ആഡംബര കാറുകളില്ല, എല്ലാം ആ ബിസിനസ് ഗ്രൂപ്പിൻ്റേതായിരുന്നു. ചെങ്ങാത്തം സിനിമയിൽ നമ്മൾ കണ്ട അതേ ട്വിസ്റ്റ്. പക്ഷേ സിനിമയിലെ മമ്മൂട്ടിയുടെ ടോണി പോസിറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ്. ശ്രീവിദ്യയുടെ ഭർത്താവായിരുന്ന ജോർജ് അങ്ങനെയായിരുന്നില്ല. ജോർജിനെ പോറ്റേണ്ട ബാധ്യത ശ്രീവിദ്യയ്ക്കായി. ശ്രീവിദ്യയുടെ പണവും സ്വത്തുക്കളും ദൂർത്തടിച്ച് ചെലവാക്കുകയായിരുന്നു ജോർജ് എന്ന് പറയപ്പെടുന്നു. ഒടുവിൽ ആരുടെയൊക്കെയോ സഹായത്തോടെ ശ്രീവിദ്യ തലയൂരി നിയമപരമായി വിവാഹമോചനം നേടി. വിവാഹിതയായതുകൊണ്ടും ശരീരപ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ടുമൊക്കെ പിന്നീട് സിനിമയിൽ തിരിച്ചെത്തിയ ശ്രീവിദ്യയെ തേടി സുന്ദരിയായ നായിക കഥാപാത്രങ്ങളൊന്നും വന്നില്ല. നിഷ്കളങ്കയായ ശ്രീവിദ്യയുടെ ആ ഒരു തെറ്റ് തന്നെയാണ് പിന്നീടുള്ള ആ നടിയുടെ ജീവിത ദുരന്തങ്ങൾക്ക് തുടക്കമായത് എന്ന് പറയാം. ചെങ്ങാത്തം സിനിമയിൽ മാധവി അതീവ സുന്ദരിയാണ്. ശ്രീവിദ്യയെ ഓർമ്മിപ്പിക്കും വിധം മാധവിയുടെ തിളക്കമുള്ള കണ്ണുകളും മധുരിക്കുന്ന ചുണ്ടും സംവിധായകൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ മാധവിക്ക് മറ്റൊരു സിനിമയിലും ദൃശ്യമല്ലാത്ത സൗന്ദര്യം ചെങ്ങാത്തത്തിലെ ആനിയിൽ ആവേശിച്ചിട്ടുണ്ട്. ചെങ്ങാത്തം സിനിമ തുടങ്ങുന്നത് ഒരു കുളിസീനിൽ നിന്നാണ്. കഥാനായിക ആനിയുടെ അല്ലെങ്കിൽ മാധവിയുടെ കുളി. ആ കുളി ശരിക്കും പ്രേക്ഷകരുടെ രോമകൂപങ്ങളെ ത്രസിപ്പിക്കാനുണ്ടാക്കിയ ഹോട്ട് സീൻ അല്ല. ഒരു കാലം അത്രയും സൗന്ദര്യമെന്നതിൻ്റെ പകരക്കാരിയായിരുന്ന
അല്ലെങ്കിൽ സൗന്ദര്യം തന്നെയായിരുന്ന കലാകാരിയുടെ നിഴൽപ്പാടുകളിൽ നിന്നാണ് ആ കഥാപാത്രം ജീവനെടുത്തിരിക്കുന്നത്. ആ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ആ സീൻ അതിൽ ചേർത്തിരിക്കുന്നത്. അശ്ലീലത്തിൻ്റെ കറപുരളാത്ത ഒരു കാവ്യം പോലെ മാത്രം സഹൃദയന്മാർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സീൻ. ചെങ്ങാത്തം സിനിമയുടെ കഥ അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. സിനിമയിലെ ഒരു ഭാഗമാണ് ഈ കഥ എന്ന് മാത്രം. അത് അക്കാലത്തെ ഒരു സൂപ്പർ ഹിറ്റ് ഫാമിലി മൂവിയായിരുന്നു. സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ശ്രീവിദ്യയുടെ കഥ നിങ്ങൾക്ക് ഓർമ്മ വന്നിരുന്നോ? ശ്രീവിദ്യയുടെ ദുരിതങ്ങളെപ്പറ്റി അറിയാവുന്നവരെല്ലാം ആ സിനിമ കണ്ടപ്പോൾ അവരെ ഓർത്തിട്ടുണ്ടാവണം. ഇത്തരം അപൂർവതകൾ നിറഞ്ഞ, കൗതുകങ്ങൾ നിറഞ്ഞ വിശേഷങ്ങൾ നിങ്ങളെ തേടി വരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൽ തൊട്ട് ഒരു ലൈക്കും ചെയ്യുക.